നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തു നിന്നുള്ള ഇന്നത്തെ മോർണിംഗ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് ടാരോ വഴി തന്നെ നോക്കാം. നിങ്ങളിത് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം. പേജ് ഓഫ് സോർട്സ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. ഇവരൊരു ഡേ ഡ്രീമിങ് എനർജിയിലാണ്. രാവിലെ എണീറ്റുടനെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്ന കാര്യം ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്തുനിന്നും എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും അവർ രാവിലെ തന്നെ നോക്കി. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നിവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഇവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളെ അവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, ദേ വോണ്ട് ടു സേ ഐ ലവ് യു. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇവർ ഒരുപാട് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു ചെറിയ ഈഗോ പ്രശ്നം, നിങ്ങൾ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഈഗോ പ്രശ്നം കാരണം ഇവർ ചിലപ്പോൾ മെസ്സേജ് ഒന്നും അയക്കാതെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹം തന്നെയാണ്. ക്ഷമയോടെ കാര്യം കൈകാര്യം ചെയ്ത് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ ആലോചിക്കുന്നത് നിങ്ങൾ ഒരു മെസ്സേജ് അവർക്ക് അയക്കണം. നിങ്ങൾ പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവർക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കണം എന്നൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്. നിങ്ങളെ പ്രതി ഇൻസെക്യൂർ ആണ്, വളരെ സങ്കടമുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് പിണങ്ങിയിരിക്കുന്നതിൽ ഒരു വലിയ ഹാപ്പി ഒന്നുമല്ല. നിങ്ങളോട് സംസാരിക്കണം, സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ. അതാണ് അവരുടെ മെസ്സേജ് നിങ്ങൾക്കുള്ള. ക്വീൻ ഓഫ് പെൻഡിക്കിൾസ്, നിങ്ങളെ പ്രതി ഹൈലി റെസ്പെക്റ്റും ഇവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. സ്നേഹം മാത്രമല്ല, നിങ്ങളെ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ, വൈഫ് മെറ്റീരിയലായിട്ട് ഇവർ കാണുന്നു. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് സ്നേഹം തന്ന് സ്നേഹം വാങ്ങണം എന്നിവർ കരുതുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ടവർ മൂവ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ അത് മാറി അവരൊരു സങ്കടത്തിലൊക്കെ തന്നെയാണ്, അത് മാറി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത്. ഒരുപാട് ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം കേട്ടോ. ടവർ മൂവ്മെൻറ്റ് മാറി ഒന്നിച്ച് വരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്.